ചേലാട് കള്ളാട്ടിൽ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ വൈകാതെ അറസ്റ്റ് ചെയ്യാനാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. കസ്റ്റഡിയിലെടുത്ത പ്രദേശവാസികളായ രണ്ടുപേരാണ് കൃത്യം നടത്തിയതെന്ന് കരുതാവുന്ന ഏതാനും തെളിവുകളും മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. എന്നാൽ മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മൊഴികൾ ഇവരിൽ നിന്ന് ലഭിക്കാത്തതാണ് അറസ്റ്റിന് തടസ്സമായിരിക്കുന്നത്. പരസ്പര വിരുദ്ധമായ മൊഴികളും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. നേരത്തെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 3 അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് വിട്ടയച്ചു. കള്ളാട്ടിലെ ചെങ്ങമനാട്ട് സാറാമ ഏലിയാസിനെ വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന സംഭവത്തിലെ ചുരുളഴിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ബുധനാഴ്ച രാത്രി പ്രദേശവാസികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇവരാണ് പ്രതികളെന്ന് കരുതാവുന്ന ഏതാനും തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നീക്കം. ഒരാളെ രാത്രിയിൽ വിട്ടയച്ച ശേഷം വ്യാഴാഴ്ചയാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ഇരുവരും മൊഴികൾ മാറ്റിക്കൊണ്ടിരുന്നു. കൊലപാതകം നടത്തിയത് തങ്ങളാണെന്ന മൊഴിയും മോഷ്ടിച്ച ആഭരണങ്ങളെക്കുറിച്ചുള്ള മൊഴിയുമാണ് ഇവർ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നത്. മൊഴി വിശ്വസിച്ച ആഭരണങ്ങൾക്കായി പോലീസ് പലയിടങ്ങളിലും പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രതികളെ പിടികൂടിയെന്ന വ്യാപക പ്രചരണമുണ്ടായതോടെ പോലീസിനും സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. വൈകാതെ അറസ്റ്റ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. റൂറൽ SP മുതലുള്ളവർ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പങ്കുവഹിക്കുന്നുണ്ട്. സാറാമ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന 3 അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ ഒരാൾ 2 പേരെ ഉച്ചയ്ക്ക് സാറാമയുടെ വീടിന് സമീപത്ത് കണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. ഇതിന് ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദേശവാസികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. വിവിധ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു. പോലീസ് നായ പോയ വഴികളിലൂടെ ഇരുവരും സഞ്ചരിച്ചുവെന്ന സൂചനയും പോലീസിന് കിട്ടി. കസ്റ്റഡിയിലുള്ളവരിൽ ഒരാൾ മുൻപ് സാറാമയുടെ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരെ വിളിപ്പിച്ചതിനൊപ്പം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെയും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംശയം തോന്നാതിരുന്നതിനാൽ വിട്ടയച്ചതാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തതായാണ് വിവരം. ഈ കത്തി തന്നെയെന്ന് ഉറപ്പിക്കാൻ ഫോറൻസിക് പരിശോധന ആവശ്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ച പകൽ സമയത്താണ് വീടിനുള്ളിൽ സാറാമ കൊല്ലപ്പെട്ടത്. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. സാറാമയുടെ സ്വർണ്ണമാലയും വളകളും കവർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.